ഒരു ചാക്ക് നിറച്ചുണ്ട്. എല്ലാം അങ്ങ് വന്ന ഉടനെ അങ്ങനെ കമ്പ് നീണ്ടിങ്ങി വരുക. എന്താ പറയാനാ. ശരി, അമുക്കിളിയുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ട. അതിന് മുമ്പ് അമുക്കിളിയോട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ? നമ്മൾ പാലക്ക് ചീര വെച്ചു. ഈ വർഷത്തെ പാലക്ക് ചീര കിട്ടിയ നല്ല തൈ എന്താണെന്ന് ചോദിച്ചാൽ ഒരു 4 ഇല വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങ് പൂ വരിക. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ വെച്ചതാണെങ്കിൽ എനിക്ക് പൂവേ വരും, കുറേ മൂത്ത് കഴിഞ്ഞിട്ട് പൂ വരത്തുള്ളൂ. നല്ല ഇല ഇഷ്ടം പോലെ നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന പോലെ ഉള്ളത്. ഇത് വേറൊരെനമാ, കുറ്റിമാരി നിൽക്കും, പക്ഷേങ്കിൽ പൂ മാത്രം നീണ്ടങ്ങ് വരും. അപ്പോൾ എന്തായാലും ഞാനിപ്പം ഒരു തൈ നിർത്തിയിട്ട് ബാക്കി മുഴുവൻ ഞാനിപ്പം അങ്ങ് കണ്ടിച്ചെടുക്കാൻ പോകും. പിന്നെ പൊട്ടിക്കിളിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ നിങ്ങളെ അത് കാണിക്കാം കേട്ടോ. ഇതിങ്ങനെ ഒരു 5-6 ഇല വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ അങ്ങ് കമ്പ് പോലെ നീണ്ടുകൊണ്ട് മുഴുവൻ പൂ വന്നിട്ട് അങ്ങ് നിൽക്കുക. അതങ്ങനെ കുറേ ഉണ്ട് കണ്ട. ഇതെല്ലാം ഇപ്പം ഞാനങ്ങ് മുറിച്ചെടുത്തിട്ട് ഒരെണ്ണം ഞാൻ നിർത്തും. ഇത് നമുക്ക് വേണമല്ലോ അടുത്ത വർഷത്തിന്. അപ്പോൾ അത് മാത്രം നിർത്തിയിട്ട് ബാക്കി മുഴുവൻ ഞാൻ ഇപ്പം മുറിക്കാൻ പോകാം കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ അതേ നല്ല ഇലകൾ മാത്രം പറിച്ചെടുക്കാം. മറ്റേ പാലക്കാണെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് ഞുള്ളി എടുത്ത ഇല മാത്രമേ ഉള്ളൂ, പൂ അങ്ങനെ വരത്തേയില്ല. ഏറ്റവും നമ്മൾ കുറേ നിർത്തിയെങ്കിലേ അതിലൊരു പൂ വരത്തുള്ളൂ. പക്ഷേ ഇതാണെങ്കിൽ ഇതിങ്ങനെ ഒരു ഇതായിപ്പോയി. അതുകൊണ്ട് എന്തായാലും നമ്മളിപ്പം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമ്മളങ്ങ് കട്ട് ചെയ്തെടുത്താൽ പിന്നെ പൊട്ടിക്കളിച്ച് വരട്ടെ. അപ്പോൾ നമുക്കിതങ്ങ് കട്ട് ചെയ്താലോ. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് പിന്നെ പൊട്ടിക്കളിച്ച് വന്നോളും. അങ്ങനെ ഒരു സംഭവം നമുക്കിപ്പം ചെയ്യേണ്ടി വന്നു. ഇതിലെ നല്ല ഇലകൾ മാത്രം നമുക്കിപ്പോൾ എടുക്കാമല്ലോ. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ഞാനങ്ങ് മുറിച്ച് കേട്ടോ. ഇങ്ങനെ അപ്പം നമുക്ക് ഇതിൽ നല്ല ഇലകൾ മാത്രം നോക്കി ഇതിൽ നിന്ന് എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയെല്ലാം കമ്പോസ്റ്റ് ബിന്നിനകത്തിടാം. അല്ലാതെ പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ശരി, അപ്പോൾ ബാക്കിയോടെ അപ്പം നമുക്കിൽ ഒന്ന് മുറിക്കിട്ട് കേട്ടോ. മുറിച്ചിട്ട് നമുക്ക് ഒടുവിൽ നിങ്ങളെ കാണിക്കുക എത്രയുണ്ട്. പിന്നെ ഇലയെല്ലാം പറിച്ചിട്ട് ഇച്ചിരി സമയമാകുമല്ലോ. അതെല്ലാം പറിച്ചിട്ട് ഞാൻ കാണിക്കാം നിങ്ങളെ കേട്ടോ. പൂ വന്നേ ഉള്ളൂ മക്കളെ. അല്ലാതെ ഇലയ്ക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ചെറിയ ഇലയാന്നേ ഉള്ളൂ, നല്ല കിടിലൻ ഇലയാണ്. അപ്പോൾ ഈ ഒരു മൂഡ് മാത്രം ഞാൻ നിർത്തുക. ബാക്കിയെല്ലാം ഞാൻ മുറിച്ചെടുത്ത് കേട്ടോ. എല്ലാം ഞാൻ മുറിച്ചു. ഇവിടെ എല്ലാം ക്ലിയറായി. കുറ്റി മാത്രം നിർത്തിയിട്ടോട്ട് ഇനി പൊട്ടിക്കിളിച്ച് വരട്ടെ. പിന്നെ വരുന്ന അങ്ങ് പറിച്ചെടുത്താൽ മതിയല്ലോ. ഇത് മാത്രം നിർത്തി ഇതിൻ്റെ ഇല ഇപ്പം ഞാൻ പറിച്ചെടുക്കണം. എന്നിട്ട് പൂവാകുന്നത് വരട്ടെ. നമുക്ക് എന്നിട്ട് വിത്തെടുത്ത് വെക്കാനാവുമല്ലോ. കണ്ടോ, ഒരു ചാക്ക് നിറച്ചുണ്ട്. ഇനി ഈ ഇലകളെല്ലാം ഞാൻ പറിക്കണം. ഇച്ചിരി സമയമാവും. ഇത് കുഞ്ഞു കുഞ്ഞു ഇലയായതുകൊണ്ട് മുഴുവനും പറിച്ചെടുക്കാൻ സമയം. അതുകൊണ്ടാണ് കവറിലങ്ങ് ആക്കി ആദ്യമേ വാടി പോകാതിരിക്കാനേ. നല്ല പണിയാണ്. അല്ലെങ്കിലേ ചീരകൾ ഇഷ്ടം പോലെ നിറഞ്ഞു നിൽക്കുക. എടുക്കാത്തതുകൊണ്ട് ഒടിഞ്ഞൊടിഞ്ഞ് വീഴുക ഇലകളെല്ലാം. കേലിൻ്റെ ഇലയൊക്കെ കണ്ട് ഒടിഞ്ഞൊടിഞ്ഞ് വീഴുന്നു. അവിടെ ഇവിടെയൊക്കെ ഒടിഞ്ഞ് കിടക്കുമല്ലോ. എല്ലാം പറിക്കണം. ആർക്കെങ്കിലും കൊടുക്കണം. എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇന്നലെ മുറിക്കാൻ പറ്റിയില്ല. ഇന്നലെ മുറിച്ചെങ്കിൽ കുറച്ചൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കായിരുന്നു. ഇന്നലെ മുറിക്കാൻ സമയം കിട്ടിയില്ല. ഇനി ആരെങ്കിലും വരുവാണെങ്കിൽ ഒരു ഫാമിലി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചെല്ലാം മുറിച്ച് കൊടുക്കണം. ഒരു മൂടിപ്പം വിത്തിന് നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഞാൻ മുറിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇല മാത്രം ഞാനിപ്പോൾ പറിച്ചെടുക്കാൻ പോകും കേട്ടോ. ബാക്കിയെല്ലാം അങ്ങനെ നിൽക്കട്ടെ. ഇങ്ങനെ ഇല ഞുള്ളിങ് എടുക്കാം നമുക്ക്. എന്താ നല്ല പാലക്ക് നല്ല സോഫ്റ്റ് അല്ലേ, നമുക്ക് പറിക്കാൻ എളുപ്പമാണ് കേട്ടോ. പറിക്കാൻ എളുപ്പമാണേ. അപ്പോൾ പെട്ടെന്ന് പക്ഷേ ഇത്ര ഇങ്ങനെ കുരുകുരാ നിലയായതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും. അല്ലാതെ പറിക്കുന്നതിനൊന്നും വേറെ ബുദ്ധിമുട്ടില്ല കേട്ടോ. എങ്ങനെ പറിച്ചെടുക്കട്ടെ. ഇത് മുഴുവൻ ഞുള്ളി എടുത്ത് കണ്ടോ. പൂ കണ്ടോ ഓരോ മുട്ടിൽ എത്രയാണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ടോ, എളുപ്പമുണ്ട്. ഇതിനിപ്പോൾ ഇല അരിയണ്ട. കഴിയെടുത്ത് തോരന കറി എന്താണെന്ന് വെച്ചാൽ വെച്ചാൽ മതി. അരിയേണ്ട കാര്യമില്ല. പൊടി ഇലയായോണ്ടേ നമുക്ക് കഴിയാൻ കിട്ടാൻ മതി. അതും പ്രത്യേകിച്ച് പാലക്കാകുമ്പോൾ അത് അരിയേണ്ട കാര്യമേ ഇല്ല. മക്കളിൽ ഇന്ന് പാലക്ക് പറിക്കുന്ന പണിയാണ് മക്കളിക്ക്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങൾ എല്ലാവരും മക്കളെ പ്രതീക്ഷിച്ചിരിക്കണം. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ, അടുത്ത ഹാർവസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ, അതിനെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ. കാനഡയിലല്ലാതെ നമ്മുടെ ഇന്ത്യയിലല്ല കേട്ടോ.